ഹായ് കൂട്ടുകാരെ, ഇന്ന് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട്. ഇന്ന് ചക്കയപ്പം ആയാലോ? ചക്കയപ്പം ഉണ്ടാക്കാൻ ഇനി ഇല വേണ്ടേ? കുറച്ച് ഇല പറിച്ചാലോ? നല്ല ഇല നോക്കി നമുക്ക് പറിച്ചെടുക്കാം. ഉണ്ടാക്കാനായി ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. കുറച്ച് തേങ്ങ ആവശ്യമുണ്ട്, കുറച്ച് ഏലക്ക, കുറച്ച് മാത്രം മതി. പിന്നെ ഇതിനാവശ്യമായ ശർക്കര ആവശ്യമുണ്ട്, കുറച്ച് നെയ്യ്, പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ചക്ക കുരു കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലോട്ടിട്ട് നല്ല രീതിയിൽ പേസ്റ്റാക്കി കൊണ്ടുവരാം. എന്നിട്ട് കാണാം. ചക്ക പേസ്റ്റ് രൂപത്തിൽ അടിച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങയും കൂടി ഇതിലിട്ട് അരച്ചെടുക്കാവുന്ന തേങ്ങയും ശർക്കരയും തരാം. ചക്ക പേസ്റ്റ് രൂപത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ തേങ്ങ, ശർക്കര, പറഞ്ഞ ഏലക്കയും കൂടെ ഇട്ട് ഇനി ഒന്നും കൂടെ അരച്ചു കൊണ്ടുവരാം. അരയ്ക്കാൻ പറ്റാത്തവർ തേങ്ങ അതിലിട്ട് ഒന്ന് വിരവി എടുത്താലും മതിയാകും. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, മാവ് വേണ്ടേ? ഇത് കുറച്ച് മൈദാ മാവ്, കുറച്ച് ഗോതമ്പ് മാവ്, കുറച്ച് മാത്രം അരിപ്പൊടി, അത് മതിയാകും. നേരത്തെ അരച്ച് മാറ്റി വെച്ച കൂട്ടിലേക്ക് മൈദാ മാവ് കുറച്ച് അളവ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതിയേ. ഗോതമ്പ് മാവ് കുറച്ച് മാത്രം അരിപ്പൊടി ഇട്ടാൽ മതിയാവും. ഇത് ഞവിടി കൊണ്ടുവന്നിട്ട് കാണാം. മാവ് നല്ല രീതിയിൽ കുഴച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ എടുത്ത ഇലയില്ലേ, അതിൽ നമുക്ക് പരത്തി തുടങ്ങാം. കുറേശ്ശെ മാത്രം അവരോരോ കണക്കിന് വെച്ച് പരത്തിയാൽ മതിയാകും. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നെയ്യ് വീത്തിയിട്ടുണ്ട്. വേണ്ടാത്തവർ വീത്തേണ്ട ആവശ്യമില്ല, വേണമെന്നുള്ളവർ വീത്തിയാൽ മതി, ഒരു രുചിക്ക് വേണ്ടി മാത്രം. അധികം വലുതായിട്ട് പരത്തിയില്ലെങ്കിലും സാരമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നാലും ഒന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. എല്ലാം നല്ല രീതിയിൽ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്തിട്ട് കാണാം. ചക്കയപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല സ്വാദിഷ്ടമായ ചക്കയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഐറ്റമാണ്. ഇപ്പം ചക്ക സീസണല്ലേ, എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ മറക്കണ്ട. നമുക്കൊന്ന് രുചിച്ച് നോക്കിയാലോ? എല്ലാ കൂട്ടുകാരും ഇത് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കയപ്പമാണിത്.